അപ്പോഴേ നമ്മൾ ഈ കാണും പോലെ മീശയൊക്കെ പിരിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചാൽ മറ്റേ പച്ച കണ്ണടയില്ലേ, അതൊക്കെ വെച്ചിട്ട് ഒരു കാലം ഞാൻ ചവിട്ടി പഠിച്ചേ. ആ കണ്ണടയൊക്കെ വെച്ച് നമ്മൾ സംഭവം ചെയ്യാൻ വേണ്ടി പോണ്. തൊട്ടടുത്തിരിക്കുന്ന മരത്തിലേക്ക് ചാടിക്കയറാൻ വേണ്ടി പോണേ. പ്ലാവ് മരമാണ്. പ്ലാവ് മരത്തിൻ്റെ അടുത്ത് ഈ കാണുമല്ലോ മറ്റേ പപ്പങ്ങ, ഓമയ്ക്ക, കപ്പളങ്ങ, അങ്ങനെയൊക്കെ പറയുന്നൊരു കായുള്ള സാധനമില്ലേ, അതിങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. അതറക്കാൻ വേണ്ടി അങ്ങോട്ട് കയറിയത്. നല്ല പഴുത്ത് നിൽക്കുന്ന കണ്ട സ്ഥിതിക്ക് നമുക്ക് കിളികൾക്കൊന്നും കൊടുക്കാൻ തോന്നില്ല. കൊക്കും പരുന്തും അങ്ങനെ നമ്മുടെ പപ്പങ്ങയും തിന്ന് വളരണ്ട. ഏതെങ്കിലും ഒരു പരുന്തും കാലേ പോവേണ്ട പപ്പായ അല്ല ഇത്. ഇത് നമ്മളെ വയറ്റിലേക്ക് പോകുള്ളതാണ്, ചിഞ്ചുവിൻ്റെ വയറ്റിലേക്ക് പോകുള്ളതാണ്, നമുക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ നാളെ പഴുക്കാൻ വേണ്ടി ഇന്ന ഒരു പച്ച പപ്പായം കൂടെ നമ്മൾ അടക്കാൻ വേണ്ടി പോകണം. മറ്റേ പച്ചക്കിളിയില്ലേ, മറ്റേ പേരയ്ക്കൊക്കെ കൊത്തി തന്നെ അത് നോക്കി വെച്ചിട്ടുണ്ട് ഇതിനെ, മനസ്സിലല്ലേ? അതിനൊന്നും കൊടുക്കാൻ നമ്മൾ ഈ കാണലെല്ലാം പറിച്ചെടുക്കാൻ വേണ്ടി പോണ്. തൊട്ടടുത്തുനിന്ന കറിവേപ്പില ചെടിയുടെ മണ്ടയിലേക്ക് ചാഞ്ഞ് നിന്ന കമുകിൻ്റെ ഓലയില്ലേ, മറ്റേ കറിവേപ്പിലേക്ക് സൂര്യപ്രകാശം കിട്ടാതെ മറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനെ വെട്ടി താഴെ തള്ളിയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോണ്. നമ്മൾ ആദ്യം മരത്തിലേക്ക് ചാടി കയറിയ സമയത്ത് എൻ്റെ കാലറിയാതെ പപ്പായ മരത്തിൽ തട്ടിയിട്ട് ഒരു കുഞ്ഞ് പഴുത്ത പപ്പായ താഴെ പോയേ. അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്നത് കണ്ണടയും താഴെ പോയേ. കണ്ണടയും നേരത്തെ പോയ പപ്പായ എടുക്കാൻ വേണ്ടി താഴോട്ട് പോവാണ്. താഴെ വീണ പപ്പായം കണ്ണടയൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറി വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒറ്റക്കാല് ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് മറ്റേ കാല് കൃത്യമായിട്ടിരിക്കാത്തതുകൊണ്ട് തോന്നിയ പോലെ വെച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറി വരുന്നത്. നമ്മൾ ഈ കാണുന്നത് ഈ ഒരു പപ്പായാണ് ആദ്യം ഞാൻ മരത്തിലേക്ക് ചാടി കയറിയപ്പോൾ താഴെ പോയത്. അതിൻ്റെ തുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെത്തി മിനിക്ക് എടുക്കാൻ വേണ്ടി പോകണം. എന്നാൽ മാത്രമേ വ്യക്തവും കൃത്യമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ ചെത്തി മിനിക്കിന് ശേഷം ഒരു പീസ് ഞാൻ വെട്ടിയെടുക്കാൻ വേണ്ടി പോകണം. വെട്ടിയെടുത്ത പീസിനകത്ത് നിറച്ച് കുരുക്കളെ, ആ കുരുകൾ നമ്മൾ ഈ കാണുന്ന കത്തി വെച്ച് തന്നെ നല്ലപോലെ ചെത്തി മിനിക്ക് എടുക്കാൻ വേണ്ടി പോകണം. കൃത്യമായിട്ട് കുരുകളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണേ. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല കിടിലൻ ടേസ്റ്റ്. ഇത് സംഭവം അത് പപ്പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റെഡ് ലേഡി ഇല്ലേ, മറ്റേ ചുവന്നുരുണ്ട മറ്റേ കട്ട മധുരമുള്ള റെഡ് ലേഡി പപ്പായ, ആ പപ്പായ അല്ല കേട്ടോ ഇത് വേറെ ഏതോ പപ്പായ. ഏതായാലും കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുണ്ട് പപ്പങ്ങയും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മറ്റേ പരുത്തും കൊക്കും പച്ചക്കിളിയൊക്കെ ഇല്ല, അവിടെ നിന്ന് കൊതിയും വിട്ടുകൊണ്ട് മരത്തിനോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും നമ്മളൊന്നും കൊടുക്കുന്നില്ല. ഇത് നമ്മൾ കഴിക്കും. അടുത്ത് കഴിക്കുന്ന പപ്പായൊക്കെ നമുക്ക് ആ കിളികൾക്ക് അതിനൊക്കെ കൊടുക്കാം. ഇപ്പം നമ്മൾ ചിഞ്ചുവും ഞാനും കൂടി ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പരുത്തിൻ്റെ അടുത്തും കൊക്കിൻ്റെ അടുത്തൊക്കെയാണ് പറയുന്നത്. ഒരുമാതിരി കണവണ പരിപാടി കാണിക്കരുത്, അടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി തരാം. ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. DJ ടാറ്റാ ടാറ്റാ, കാണാം.